school classes. അപ്പോൾ ഇതാ നമ്മുടെ +2 കെമിസ്ട്രിയിലെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നുള്ള ചാപ്റ്റർ മക്കൾക്കൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഉള്ള ചാപ്റ്റർ ആണ് അല്ലേ. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ CUT എക്സാമിന് വരുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ മിസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മിസ്സിന്റെ കൂടെ ചെയ്യാൻ റെഡി ആണോ? അപ്പോൾ ഓൾറെഡി ചാപ്റ്റർ ഒക്കെ മക്കൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇൻ എ കോർഡിനേഷൻ എൻറ്റിറ്റി ദ സെൻട്രൽ ആറ്റം ഓർ അയോൺസ് ആർ റിഫർഡ് ടു ആസ്. അപ്പോൾ ഒരു കോർഡിനേഷൻ എൻറ്റിറ്റി എടുത്തു കഴിഞ്ഞാൽ അതിൽ സെൻട്രൽ ആറ്റം അല്ലെങ്കിൽ അയോൺസിനെ നമുക്ക് എന്ത് പേരിൽ വിളിക്കാം? അപ്പോൾ നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ദാ CO NH362+. ഓക്കെ, സോ ഇങ്ങനെ ഒരു കോർഡിനേഷൻ എൻറ്റിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റം കൊബാൾട്ട് അല്ലെ. കൊബാൾട്ട് ആണ് നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റം അല്ലെ. അത് ഡി ബ്ലോക്കിൽ വരുന്ന എലമെന്റ്സ് നമ്മുടെ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് സാധാരണ എന്തായിട്ട് വരിക? സെൻട്രൽ മെറ്റൽ ആയിട്ട് വരിക. പിന്നെ അതിന്റെ കൂടെ നിങ്ങൾക്ക് കാണാനുള്ള ഈ NH3 അല്ലെ, ഇവനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ലിഗാൻഡ് എന്ന് വിളിക്കുക, ലിഗാൻസ് എന്ന് വിളിക്കുക അല്ലെ. ലിഗാൻസ് എന്നാണ് നമ്മൾ അവനെ വിളിക്കുക. അപ്പൊ ലിഗാൻസ് എന്താ ചെയ്യുക? ലിഗാൻസ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ഇലക്ട്രോൺ പെയർസിനെ ഡൊണേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണ് ലിഗാൻസ്. അപ്പൊ ലിഗാൻഡ് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ഇലക്ട്രോൺ പെയർസിനെ കൊടുക്കുന്നവരാണ്. അപ്പൊ ഇവൻ ഇലക്ട്രോൺ പെയർ ഡോണറാണ്. ഇലക്ട്രോൺ പെയർസിനെ കൊടുക്കുന്ന അല്ലെ ദാനശീലരായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ലിഗാൻസ്. അപ്പൊ ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ്. ഇലക്ട്രോൺ പെയറിനെ കൊടുക്കുന്നവരെ നമ്മൾ യൂഷ്വലി എന്തെന്നാ വിളിക്കുക? ലൂയിസ് ആസിഡ് എന്നാ വിളിക്കുക അല്ലെ. അപ്പൊ ലിഗാൻഡ് ലൂയിസ് ആസിഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ. ലൂയിസ് ആസിഡ് ആയിട്ടാണ് നമ്മുടെ ലിഗാൻസ് ഇരിക്കുന്നത്. ഇനി സെൻട്രൽ മെറ്റൽ ആറ്റം എന്താ ചെയ്യുന്നത്? ആ ലിഗാൻഡ് കൊടുക്കുന്ന ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെ, അവരെയാണ് നമ്മൾ മെറ്റൽ ആറ്റം, സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് വിളിക്കുക. അപ്പൊ അവൻ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ് ആണ് അല്ലെ, അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്കറിയാം ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? ഇലക്ട്രോൺ പെയറിനെ നേടുന്ന ആൾക്കാർ, വാങ്ങിക്കുന്ന ആൾക്കാരെ നമ്മൾ ബേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക അല്ലെ. സോ അവൻ ലൂയിസ് ബേസ് ആണ്, ലൂയിസ് ബേസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്താ? സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെ നമ്മൾ ലൂയിസ് ബേസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക കേട്ടോ. മറക്കരുത്, ലൂയിസ് ബേസ്. ലിഗാൻസിനെ ലൂയിസ് ആസിഡ് ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ടോട്ടൽ നമ്പർ ഓഫ് അയോൺസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ കോംപ്ലക്സ് Cr NH36Cl3 in aqueous solution will be the total number of ions produced from the complex. അല്ലെ, എത്ര അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് ചോദ്യം. നമ്മുടെ കോംപ്ലക്സ് ഏതാ? Cr NH36Cl3. എത്ര അയോൺസ് മക്കളെ പ്രൊഡ്യൂസ് ചെയ്യും? ഇതിനെ ഒന്ന് അയോൺസ് ആക്കി നോക്കിക്കേ. ഇതിനെ നമ്മൾ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടുക? ഇത് കോംപ്ലക്സ് ആണ്, ഇത് കൗണ്ടർ അയോൺ ആണ് അല്ലെ. കോംപ്ലക്സ് വീണ്ടും അത് സ്പ്ലിറ്റ് ആയി പോകുന്നില്ല. അപ്പൊ ഇത് നമുക്ക് കിട്ടുക Cr NH3 ഈ 3 എന്നുള്ളത് ഇവിടെ ചാർജ് ആവും. അപ്പൊ 3+ ആൻഡ് ഇവിടെ 3 Cl ഉണ്ട്. അപ്പോൾ 3Cl-. അപ്പൊ ടോട്ടൽ എത്ര അയോൺസ് ഉണ്ടടാ? 3 Cl- ഒരു കോംപ്ലക്സ് അയോൺ Cr NH3 അപ്പൊ 3 ഉം 1 ഉം 4, 1 + 3 അല്ലേ, ദാറ്റ് ഈസ് 4. അപ്പൊ 4 അയോൺസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഓപ്ഷൻ ഏതാ കറക്റ്റ്? യെസ്, ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ അല്ലെ. യെസ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കൊബാൾട്ട് ഇൻ CO H2NCH2CH2NH2. ഇത് ഏത് ലിഗാൻഡാ? H2NCH2CH2NH2 നമ്മുടെ ഈഥെയ്ൻ 1,2 അല്ലെ. ഈഥെയ്ൻ 1,2 ഡയമീൻ ലിഗാൻഡ് ആണ്. ഇതിനെ ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ EN എന്ന് കൊടുക്കാം. ഷോർട്ട് ആക്കിയിട്ട് EN എന്നും കൊടുക്കാം കേട്ടോ. സോ ദിസ് ഈസ് ഈഥെയ്ൻ 1,2 ഡയമീൻ എന്ന് പറഞ്ഞിട്ടുള്ള ലിഗാൻഡ് ആണ്. ഷോർട്ട് ആക്കിയിട്ട് മിസ് അതിന് EN എന്ന് കൊടുക്കാം. EN3 അല്ലെ, EN3 ഉണ്ട്. ട്വൈസ് SO4 thrice. ഓക്കെ, ഇതില് ഓക്സിഡേഷൻ നമ്പർ, കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് ഈ കോംപ്ലക്സിന്റെ ചാർജ് എന്താന്ന് അറിയണം. ചാർജ് എന്തായിരിക്കും? CO En thrice
ഇതാണ് ചാർജ് ആയിട്ട് വരിക അല്ലെ. ഈ ഇപ്പുറത്ത് കിടക്കുന്ന ഇവനാണ് ഇവന്റെ ചാർജ് ആയിട്ട് വരിക. അപ്പൊ 3+ അല്ലെ. 3+ഉം SO4 2- ആണ്. SO4 2-. ഓക്കെ, യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ കോംപ്ലക്സ്. അപ്പൊ ഇതിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് അറിഞ്ഞൂടാ, നമ്മളത് കണ്ടുപിടിക്കാൻ പോവാ. അപ്പൊ അറിയാത്ത കാര്യം ആയതുകൊണ്ട് നമുക്ക് അതിന് എക്സ് എന്ന് കൊടുക്കാം. സോ എക്സ് പ്ലസ് EN ഈഥേൻ 1,2-ഡയമീന്റെ ചാർജ് എന്താ മക്കളെ? ഈഥേൻ 1,2-ഡയമീൻ ന്യൂട്രൽ ലിഗാൻഡ് ആണ് അല്ലെ. ഇതൊരു ന്യൂട്രൽ ആയിട്ടുള്ള ലിഗാൻഡാ. ന്യൂട്രൽ ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ല അല്ലെ. സോ 3 ഉണ്ട്, പക്ഷെ 3 എന്തില്ല, ചാർജ് ഇല്ല. ഈക്വൽ ടു കോംപ്ലക്സിന്റെ ചാർജ് എത്രയാ മക്കളെ? +3 അല്ലെ. സോ എക്സ് ഈസ് ഈക്വൽ ടു +3. അപ്പൊ കൊബാൾട്ടിന്റെ ചാർജ് നമുക്ക് കിട്ടി +3. സോ കൊബാൾട്ട് ഈസ് ഇൻ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ക്ലിയർ ആണോ? യെസ് സെറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് വിൽ ഫോം ദ മോസ്റ്റ് സ്റ്റേബിൾ കോംപ്ലക്സ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കോംപ്ലക്സ് ഉണ്ടാക്കുക? സ്റ്റേബിൾ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതാണ് കീലേറ്റ് അല്ലെ. കീലേറ്റ് ലിഗാൻസ് ഉണ്ടാക്കുന്ന കോംപ്ലക്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിനെ കീലേറ്റ് കോംപ്ലക്സ് എന്ന് വിളിക്കാം. റിംഗ് ലൈക്ക് കോംപ്ലക്സുകളായിരിക്കും. റിംഗ് അല്ലെ. റിംഗ് ലൈക്ക് കോംപ്ലക്സ് ആയിരിക്കും. മോർ സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, സോ കീലേറ്റ് ലിഗാൻസുകൾ ഉണ്ടാക്കുന്ന കോംപ്ലക്സുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ റിംഗ് പോലത്തെ റിംഗ് ലൈക്ക് കോംപ്ലക്സുകൾ ഉണ്ടാക്കും. സോ ആ കോംപ്ലക്സുകൾക്ക് വളരെയധികം സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആരാണ് കീലേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ? അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ EDTA4- ലിഗാൻഡ് അല്ലെ. നമ്മുടെ എത്തിലീൻ ഡൈഅമീൻ ടെട്രാസെറ്റേറ്റ് അയോൺ ഒരു കീലേറ്റ് ലിഗാൻഡ് ആണ്. അതേപോലെ വേറൊരു എക്സാമ്പിൾ ആണ് C2O4 2-. നമ്മുടെ കാർബോക്സിലേറ്റോ ലിഗാൻഡ്. എന്താണ്? കാർബോക്സിലേറ്റോ ലിഗാൻഡ് അല്ലെങ്കിൽ ഓക്സിലേറ്റോ എന്ന് വിളിക്കാം. അപ്പൊ ഇതൊക്കെയാണ് കീലേറ്റ് ലിഗാൻഡിന്റെ എക്സാമ്പിൾ. ഇവരുണ്ടാക്കുന്ന കോംപ്ലക്സുകൾക്ക് കുറച്ച് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി C2O4 2-. ഇറ്റ് ഈസ് എ കീലേറ്റ് ലിഗാൻഡ്. സോ അത് ഉണ്ടാക്കുന്ന കോംപ്ലക്സിന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. സോ അതിനൊരു പേര് പറയും. ആ ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നതിനെ, ആ ഒരു ഇഫക്റ്റിനെ നമ്മൾ കീലേറ്റ് ഇഫക്റ്റ് എന്നാണ് വിളിക്കുക. കീലേറ്റ് ഇഫക്റ്റ്. സോ കീലേറ്റ് ഇഫക്റ്റ് കാരണമാണ് എന്ത്? ഇത് ഉണ്ടാക്കുന്ന കോംപ്ലക്സുകൾക്ക് നമ്മൾ സ്റ്റെബിലിറ്റി കൂടുതലാണ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. എക്സസ് ഓഫ് ലെഡ് ഫ്രം ഹ്യൂമൻ ബോഡി. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ലെഡ് പോയിസണിങ് ഉണ്ടാവുമ്പോൾ അല്ലെ, എക്സസ് ആയിട്ട് ലെഡ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തെറാപ്പിയാണ് കീലേഷൻ തെറാപ്പി. സോ ഈ ഒരു തെറാപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലിഗാൻഡ് അല്ലെ, ഏത് കീലേറ്റിംഗ് ഏജന്റ് ആണ് യൂസ് ചെയ്യുക മക്കളെ? EDTA4- ഈ ലിഗാൻഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. EDTA ആണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഓപ്ഷൻ ഡി EDTA ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഡി പെൻസിലാമിൻ, DMG, ഡെസ്ഫെറിയോക്സൈൻ ഡി ഒക്കെ തന്നിട്ടുണ്ടെങ്കിലും EDT ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. അപ്പൊ EDTA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ആളാണ് EDTA. ഒരു വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ലിഗാൻഡ് ആണ് EDTA. അവന്റെ ഫുൾ ഫോം എന്താ നമുക്ക് അറിയായിരിക്കും. EDTA ഫുൾ ഫോം എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ് അല്ലെങ്കിൽ ടെട്രാ അസറ്റിക് ആസിഡ്. ഇതാണ് EDTA. എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡിനെയാണ് നമ്മൾ EDTA എന്ന് വിളിക്കുക അല്ലെ. ഓക്കെ, സോ ഇവന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ EDTA4- അതായത് എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ് അയോൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? യെസ്, ഇതില് 2 നൈട്രജൻ ഡോണർ ആറ്റംസും 4 ഓക്സിജൻ ഡോണർ ആറ്റംസും ഉണ്ട്. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കോ, എങ്ങനെയാ വരിക? CH2 N CH2
CH2 CH2 COO minus COO minus COO minus COO minus. ഇതാണ് നമ്മുടെ EDTA4- സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ. സോ ഇതിൽ എത്ര ഡോണർ ആറ്റംസ് മക്കൾക്ക് കാണാനുണ്ട്? എത്ര എണ്ണം കാണാനുണ്ട് മക്കളെ? ഇതാ നോക്കിക്കേ, ഈ നൈട്രജൻ ഒരു ഡോണർ സൈറ്റ് ആണ്, ഈ നൈട്രജനും ഡോണർ ആണ് അല്ലെ. സോ 2 നൈട്രജൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഡോണർ ആറ്റംസ് ഉണ്ട്. ആൻഡ് ഓൾസോ ഇവിടെ ഈ ഒരു ഓക്സിജൻ ഡോണർ ആണ്, ഈ ഒരു ഓക്സിജൻ, ഈ ഒരു ഓക്സിജൻ, ഈ ഒരു ഓക്സിജൻ. അപ്പൊ 4 ഓക്സിജൻ ഡോണർ ആറ്റംസ് ഉണ്ട്, 4 ഓക്സിജൻ ഡോണർ ആറ്റംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ടോട്ടൽ 6 ഡോണർ ആറ്റംസ് ഉണ്ട്. ടോട്ടൽ 6 ഡോണർ ആറ്റംസ് ആണ് നമ്മുടെ EDTA ഉള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഏതാ? വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് ഫോർ കോംപ്ലക്സ് NiCl4 NiCl4 ഈ കോംപ്ലക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഏതൊരു കോംപ്ലക്സും തരാം, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. സോ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു കോംപ്ലക്സിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയണം അല്ലെ. അതിന്റെ ഹൈബ്രിഡൈസേഷൻ ഏതാണ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണ്, മെറ്റലിന്റെ ഇതൊക്കെ അറിയണം. സോ ഇതൊക്കെ നമ്മൾ ഏത് തിയറി വെച്ചിട്ടാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ പഠിച്ചിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഏത് തിയറി വെച്ചിട്ടാ? യെസ്, നമ്മുടെ വാലൻസ് ബോണ്ട് തിയറി, VBT അല്ലെ, VBT വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് നോക്കി നോക്കാം ഇതിന്റെ എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് മിസ് പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോംപ്ലക്സ് ഈസ് NiCl4 ഇത് തന്നെയല്ലേ, NiCl4 അപ്പൊ ഇതില് നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റം ആരാ? നിക്കലാണ് സെൻട്രൽ മെറ്റൽ ആറ്റം അല്ലെ. നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ് എന്ന് നമുക്കറിയാം. നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്, അതെങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് അറിഞ്ഞൂടെങ്കിൽ നിങ്ങൾ X കൊടുക്കുക. X പ്ലസ് എത്ര ക്ലോറിൻ? 4 ക്ലോറിൻ, ഒരു ക്ലോറിന്റെ ചാർജ് -1. സോ -4 X പ്ലസ് -4 ഈസ് ഈക്വൽ ടു കോംപ്ലക്സിന്റെ ചാർജ് -2. അപ്പൊ X എന്താ വരിക? X നമുക്ക് കിട്ടുക +2. സോ നിക്കൽ ഈസ് ഇൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ ഈ ഒരു കോംപ്ലക്സിൽ നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് കിട്ടി, ഇറ്റ് ഈസ് +2. ഓക്കെ, ഇനി നിക്കൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ആറ്റോമിക് നമ്പർ എത്രയാടാ? 28 അല്ലേ. അപ്പൊ അത് എങ്ങനെയാ നമുക്ക് കിട്ടുക? 3D4s, 4sൽ 2, ഇവിടെ 8 അല്ലേ. നിങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മതി. ഇവിടെ 8 ആണെങ്കിൽ ഇവിടെ 8 തന്നെ വരാം. ഓക്കെ, സോ 3D8 4s2, നിക്കൽ 3D8 4s2. പക്ഷെ ഇറ്റ് ഈസ് ഇൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നിക്കൽ +2 എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തിയിട്ടുള്ള അവസ്ഥയാണ് അല്ലെ. അപ്പൊ ഈ 2 ഇലക്ട്രോൺസിനെ അവിടുന്ന് നഷ്ടപ്പെടുത്തി. അപ്പൊ 3D8 ആണ്, 3D8 ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇനി നമ്മുടെ ലിഗാൻഡ് ഏതാടാ? ക്ലോറിൻ ആണ് ലിഗാൻഡ്. സോ ക്ലോറിൻ ലിഗാൻഡിന്റെ പ്രത്യേകത മക്കൾ നോട്ട് ചെയ്യുക. ക്ലോറിൻ Cl- അല്ലെ, Cl- H2O ഇതൊക്കെ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. വീക്ക് ഫീൽഡ് ലിഗാൻഡ് അല്ലെ, സ്ട്രോങ് ഫീൽഡ് അല്ല, വീക്ക് ഫീൽഡ് ലിഗാൻഡ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെന്തുണ്ടാക്കൂല? ഇലക്ട്രോൺസിനെ പെയർ ചെയ്യിപ്പിക്കില്ല. വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ ഇലക്ട്രോൺസിനെ പെയർ ചെയ്യിപ്പിക്കില്ല. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിലാണ് ഇലക്ട്രോൺസിനെ പെയർ ചെയ്യിപ്പിക്കുക. ഓക്കെ, സോ ദർ വിൽ ബി നോ പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് ബോക്സ് വരച്ചിട്ട് അതിന്റെ ഹൈബ്രിഡൈസേഷൻ ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. സോ നിക്കൽ ഈസ് ഇൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇപ്പൊ 3D, ഇത് 3D ആൻഡ് 4s 4p. ഓക്കെ, ഇനി ഇലക്ട്രോൺസിനെ നമുക്ക് കൊടുത്തു നോക്കാം അല്ലെ. 3Dയിൽ എത്ര ഇലക്ട്രോൺസ് ആടാ? 3Dയിൽ 8 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. സോ 1 2 3 4 5 6 7 8 അല്ലെ. 3Dയിൽ 8 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ആൻഡ് നമ്മുടെ ലിഗാൻഡ് Cl- ആണ്. Cl- വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. സോ നോ പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ അല്ലെ. ഇലക്ട്രോൺസ് പെയർ ചെയ്യൂല അല്ലെ. ഈ സിംഗിൾ അടിച്ചിരിക്കുന്ന ആൾക്കാര് പെയർ ചെയ്യൂല. കാരണം പെയർ ചെയ്യിപ്പിക്കാനുള്ള കഴിവ് ആർക്കില്ല? നമ്മുടെ Cl- ലിഗാൻഡിന് ആ കഴിവില്ല. ഓക്കെ, അപ്പൊ പെയർ ചെയ്യണ്ട.
ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 4 Cl ആണ് വരുന്നത്. എത്ര ലിഗാൻഡ് വരുന്നു? 4 Cl ലിഗാൻഡ് വരുന്നുണ്ട്. അപ്പൊ 4 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം വേണ്ടേ മക്കളെ? 4 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം വേണം. അപ്പൊ 4 പേർക്ക് ഇരിക്കാൻ 4s 4p 3d ഇലക്ട്രോൺസ് പെയർ ചെയ്യിപ്പിക്കണ്ട അല്ലെ? 4 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം വേണം. സോ 4 ലിഗാൻസിന് ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ 4 വാക്കന്റ് ആയിട്ടുള്ള ഓർബിറ്റൽസ് വേണം. അപ്പൊ 4 വാക്കന്റ് ഓർബിറ്റൽസ് ഏതൊക്കെയാ? 1 2 3 4 അല്ലെ? സോ ഈ 4 വാക്കന്റ് ഓർബിറ്റൽസ് നമുക്ക് എടുക്കാം, അതിനെ ഹൈബ്രിഡൈസ് ചെയ്യാം അല്ലെ? സോ അതിനെ ഹൈബ്രിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 നമുക്ക് 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് കിട്ടും. 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ്. ഓക്കെ, സോ 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് കിട്ടി. സോ ഈ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസിലേക്കാണ് ആര് ഇലക്ട്രോൺ പെയർസിനെ ഡൊണേറ്റ് ചെയ്ത് കൊടുക്കുക മക്കളെ? യെസ്, നമ്മുടെ ലിഗാൻഡ് 4 ക്ലോറിൻ അല്ലെ? സോ ആ 4 ക്ലോറിൻ, ആ 4 പേര് വന്നിട്ട് അവരുടെ ഇലക്ട്രോൺസിനെ എവിടെയെങ്കിലും ഡൊണേറ്റ് ചെയ്യാനുള്ള സ്ഥലം നോക്കി നടക്കുകയാണ് അല്ലെ? അപ്പൊ അവരെവിടേക്ക് ഡൊണേറ്റ് ചെയ്ത് കൊടുക്കും? ദാ ഇവിടെ ഒരു ക്ലോറിൻ വന്ന് ബൈൻഡ് ചെയ്യും, ഇവിടെ അടുത്ത ക്ലോറിൻ വന്ന് ബൈൻഡ് ചെയ്യും, ഇവിടെ അടുത്തവൻ ആൻഡ് ഇവിടെ അടുത്തവൻ അല്ലെ? സോ 4 ക്ലോറിൻ ഇലക്ട്രോൺ പെയർസിനെ ഡൊണേറ്റ് ചെയ്യുന്നു, കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. അങ്ങനെ 4 കോർഡിനേറ്റ് ബോണ്ട് നമുക്ക് കിട്ടും. അപ്പൊ ഹൈബ്രിഡൈസേഷൻ മറക്കണ്ട, sp3 ആണ് ഹൈബ്രിഡൈസേഷൻ അല്ലെ? ഇനി ഹൈബ്രിഡൈസേഷൻ കിട്ടി. ഇനി ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ല മക്കളെ? ഉണ്ടല്ലേ, ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് പ്രസന്റ് ആണ്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്താണ്? പാരാമാഗ്നറ്റിക് അല്ലെ? സോ പ്രസൻസ് ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ? പ്രസൻസ് ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ എന്താണ്? പാരാമാഗ്നറ്റിക് ആണ് നമ്മുടെ കോംപ്ലക്സ്. കോംപ്ലക്സ് ഈസ് പാരാമാഗ്നറ്റിക്. എന്തുകൊണ്ടാ? പ്രസൻസ് ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമ്മുടെ കോംപ്ലക്സ് ഐസ്പിൻ കോംപ്ലക്സ് ആണല്ലോ അതോ ലോ സ്പിൻ കോംപ്ലക്സ് ആണോ? നമുക്കറിയാം വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ എപ്പോഴും നമുക്ക് കിട്ടുക ഹൈ സ്പിൻ കോംപ്ലക്സ്. വീക്ക് ഫീൽഡ് ലിഗാൻഡ് ഹൈ സ്പിൻ കോംപ്ലക്സ്. കാരണം വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ ഇലക്ട്രോൺസ് പെയർ ചെയ്യില്ല, അപ്പൊ അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുതലാവും, അതുകൊണ്ട് തന്നെ സ്പിന്നും കൂടുതലാവും അല്ലെ? സോ വീക്ക് ഫീൽഡ് ലിഗാൻഡ്സ് ആണെങ്കിൽ ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ് കിട്ടുക. ക്ലിയർ? ഇനി നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നിക്കൽ ആസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 കറക്റ്റ് ആണോ മക്കളെ? യെസ്, ഇറ്റ് ഈസ് അത് റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ? +2 ആണ് വരുന്നത്. ആൻഡ് ഇവിടെ തന്നിട്ടുള്ളത് Cl is a weak field ligand എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Cl weak field ligand ആണ്, അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മൾ കണ്ടു. കോമ്പൗണ്ട് ഈസ് പാരാമാഗ്നറ്റിക്, അതും കറക്റ്റ് ആണ് അല്ലെ? കോമ്പൗണ്ട് പാരാമാഗ്നറ്റിക് ആണ്. dsp2 ഹൈബ്രിഡൈസേഷൻ അത് തെറ്റാണ്. dsp2 അല്ല, ഹൈബ്രിഡൈസേഷൻ ഈസ് sp3 ആണ് ഹൈബ്രിഡൈസേഷൻ. ലോ സ്പിൻ കോംപ്ലക്സ് ആണോ? അല്ല, ഹൈ സ്പിൻ കോംപ്ലക്സ്. ഹൈ സ്പിൻ ആണ് കോംപ്ലക്സ്. വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ് വരിക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ ഏതൊക്കെയാ മക്കളെ കറക്റ്റ്? എയും ബിയും സിയും ആണ് കറക്റ്റ് ആയിട്ടുള്ളത് അല്ലെ? A B C. സോ ഓപ്ഷൻ A ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? സെറ്റ് അല്ലേ? യെസ്. ഇനി ഇതാ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. In octahedral coordination entities എന്താണ് എനർജി ലെവൽ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഒക്ടാഹീഡ്രൽ ഫീൽഡിൽ എങ്ങനെയാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ഒക്ടാഹീഡ്രൽ ഫീൽഡിലെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് മിസ്സിന്റെ മക്കൾ പഠിച്ചിട്ടുണ്ടോ? അപ്പൊ എങ്ങനെയാ നമ്മൾ അതിനെ കൊടുക്കുക? നമ്മുടെ കയ്യില് 5 d ഓർബിറ്റൽസ് ഉണ്ട് അല്ലെ? മെറ്റലിന്റെ 5 d ഓർബിറ്റൽസ് അല്ലെ? 5 d ഓർബിറ്റൽസ് ഓഫ് ഫ്രീ മെറ്റൽ ആറ്റം. അപ്പൊ നമ്മുടെ മെറ്റൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സ്റ്റേറ്റിൽ അതിന്റെ 5 d ഓർബിറ്റൽസ് ഏതൊക്കെയാ? dxy, dyz, dxz, dx² - y², പിന്നെ dz².
ഇതാണ് 5 d ഓർബിറ്റൽസ്. ഇനി നമ്മുടെ മെറ്റലിനെ നമ്മുടെ ലിഗാൻസ് അപ്രോച്ച് ചെയ്യാണ്. അപ്പൊ ലിഗാൻസ് മെറ്റലിനെ അപ്രോച്ച് ചെയ്യാണ് ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ സംഭവിക്കുക? മെറ്റലിന്റെ ഓർബിറ്റലിലുള്ള ഇലക്ട്രോണുകളും ലിഗാൻഡിന്റെ ഓർബിറ്റലിലും ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. ലിഗാൻഡ് ഇലക്ട്രോണിനെ കൊണ്ടാണ് വരുന്നത്, മെറ്റലിന്റെ കയ്യിലും ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ അത് തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവും അല്ലെ. അപ്പൊ അവിടെ എനർജി കൂടും, എനർജി കൂടി അല്ലെ, എനർജി കൂടി. എന്നിട്ട് നമ്മുടെ ഈ ഡി ഓർബിറ്റൽസ് എന്താവും? 2 സെറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ആവും അല്ലെ. 2 സെറ്റ് ആയിട്ട് ഇത് സ്പ്ലിറ്റ് ആവും ഇൻ ഒക്ടാഹീഡ്രൽ ഫീൽഡ്. സോ ഒക്ടാഹീഡ്രൽ ഫീൽഡില് എത്ര ലിഗാൻഡ് ആണ് മെറ്റലിനെ അപ്രോച്ച് ചെയ്യുക? Ml6 ഈ രീതിയിലായിരിക്കും അല്ലെ. എത്ര ലിഗാൻസ് അപ്രോച്ച് ചെയ്യുക? 6 ലിഗാൻസ് ആയിരിക്കും ഒക്ടാഹീഡ്രൽ ഫീൽഡിൽ മെറ്റലിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് വരിക. അപ്പൊ 2 സെറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ആവും. ഏതൊക്കെയാ? ഒന്ന് ട്രിപ്പിളി ഡീജനറേറ്റ് സെറ്റും ഒന്ന് ഡബിളി ഡീജനറേറ്റ് സെറ്റും ആണ്. സോ ട്രിപ്പിളി ഡീജനറേറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ DXY, DYZ, DXZ ഇതിനെയാണ് നമ്മൾ T2G സെറ്റ് എന്ന് വിളിക്കുക. T2G സെറ്റ്. പിന്നെ ഒന്ന് ഡബിളി ഡീജനറേറ്റ് സെറ്റ് ആണ്. ദാറ്റ് ഈസ് DX² - Y², DZ². ഇതിനെയാണ് നമ്മൾ EG സെറ്റ് എന്ന് വിളിക്കുക. EG സെറ്റ് അല്ലെ. അപ്പൊ എനർജി കൂടുതലുള്ള ഒരു T2G, എനർജി കൂടുതലുള്ള EG സെറ്റും എനർജി കുറവുള്ള T2G സെറ്റുമായിട്ടാണ് സ്പ്ലിറ്റ് ആവുന്നത് അല്ലെ മക്കളെ. ഇനി ഇതിനെ നമുക്ക്, ഇതാണ് നമ്മുടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി. ഒക്ടാഹീഡ്രൽ ഫീൽഡിലെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജിയാണ് ഈ ഒരു ഡെൽറ്റ O എന്ന് മിസ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാ മക്കളെ കറക്റ്റ് ആയിട്ടുള്ളത്? T2G സെറ്റ് ആസ് ലോവർ എനർജി ആണോ? അല്ല. EG സെറ്റ് ആസ് ലോവർ എനർജി ആണോ? ഏതാ വരുന്നത്? T2G സെറ്റ് ആസ് ലോവർ എനർജി ദാൻ EG സെറ്റ് അല്ലെ. T2G സെറ്റിന് EG സെറ്റിനേക്കാൾ എനർജി കുറവാണ്. സോ ഓപ്ഷൻ A ഈസ് ദ കറക്റ്റ് ആൻസർ. T2 ആണ് കേട്ടോ, ഇത് T2 ആണ് അല്ലെ. T2G സെറ്റ് ഹാസ് ലോവർ എനർജി ദാൻ EG സെറ്റ്. സോ ഓപ്ഷൻ B ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്പർ ഓഫ് അയോൺസ് പ്രൊഡ്യൂസ്ഡ് ഓൺ ഇലക്ട്രോലിസിസ് ഓഫ് CONH3 6Cl3. CONH3 6Cl3 which gives 3 mole AgCl on reacting with AgNO3. അപ്പോൾ ഇതാ ഈ കോമ്പൗണ്ടിനെ ഞാൻ ഇലക്ട്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര അയോൺസ് ആണ് കിട്ടുക എന്നാണ് ചോദ്യം. എത്ര അയോൺസ് മക്കളെ കിട്ടുക? ഇതാ ഇതിനെ നമുക്ക് അയോണൈസ് ചെയ്താൽ CONH3 6 ഈ നമ്പർ എന്താവും? ഇവിടെ ചാർജ് ആവും. 3+ ഇവിടെ 3 Cl ഉണ്ട്. ആ 3 Cl എങ്ങനെ ഇടാം? 3Cl- അല്ലെ. അപ്പൊ 3ഉം 1ഉം 4 അയോൺസ്, 4 അയോൺസ് ആണ് നമുക്ക് കിട്ടുക അല്ലെ. സോ ഈ ഒരു 3 Cl ആണ് 3 AgCl ആയിട്ട് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുക. ഓക്കെ, ഈ 3 Cl- ആണ് നമ്മൾ സിൽവർ നൈട്രേറ്റ് ഈ കോംപ്ലക്സിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അല്ലെ. ഇതാ സിൽവർ നൈട്രേറ്റിനെ ഈ കോംപ്ലക്സിലേക്ക് ആഡ് ചെയ്യുമ്പോൾ 3 മോൾ AgCl പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ആ 3 മോൾ AgCl എവിടുന്നാ കിട്ടിയത്? ഈ 3Cl- കൊണ്ടാണ് അല്ലെ. 3Cl- Ag ചേരുന്നു, 3 മോൾ AgCl നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ 4 അയോൺസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക. അപ്പൊ ഓപ്ഷൻ D ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ IUPAC നെയിം ഓഫ് ദ കോംപ്ലക്സ്. ഈ കോംപ്ലക്സിന്റെ IUPAC നെയിം എന്താണെന്നാണ് ചോദ്യം. PTNH3 twice Cl NH2CH3 ആൻഡ് കൗണ്ടർ അയോൺ ആയിട്ട് ആരുണ്ട്? Cl ഉണ്ട്. ഓക്കെ, സിമ്പിളും നമുക്കൊരു കോമ്പൗണ്ട് തന്നിട്ട്, ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് തന്നിട്ട് അതിന് പേര് കൊടുക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ എൻട്രൻസ് എക്സാംസിനൊക്കെ വരാറുള്ളതാണ് അല്ലെ. നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ IUPAC നെയിമിംഗ് എന്ന് പറയുന്ന ആ സംഭവം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കാറ്റയോൺ ഏതാ ആനയോൺ ഏതാന്ന് മനസ്സിലാക്കുക അല്ലെ. സോ ഫസ്റ്റ് കിടക്കുന്നത് കാറ്റയോൺ ആയിരിക്കും ആൻഡ് പിന്നെ വരുന്നത് ആനയോൺ ആയിരിക്കും. അപ്പൊ ഇത്
കാറ്റയോൺ, ഇത് ആനയോൺ. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കാറ്റയോണിക് എൻറ്റിറ്റിക്ക് പേര് കൊടുക്കുക, എന്നിട്ടാണ് നമ്മൾ ആനയോണിക് എൻറ്റിറ്റിക്ക് പേര് കൊടുക്കുക. ആദ്യം കാറ്റയോണിക് പാർട്ടിന് പേര് കൊടുക്കുക, എന്നിട്ട് ആനയോണിക് പാർട്ടിന് പേര് കൊടുക്കാം. അപ്പൊ ഇവിടെ നോക്കിയാൽ Cl മൈനസും ഇത് പ്ലസും ആയിരിക്കും അല്ലെ. സോ ഇതാണ് നമ്മുടെ കാറ്റയോണിക് പാർട്ട്, ഇതാണ് നമ്മുടെ ആനയോണിക് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് നോക്കാം മക്കളെ, ഇവിടെ ലിഗാൻസ് ആയിട്ട് ആരെയൊക്കെയാ തന്നിട്ടുള്ളത്? NH3, അതായത് അമീനെ അല്ലെ, അമീനെ ഉണ്ട്. ആൻഡ് Cl എന്ന് പറയുമ്പോൾ ക്ലോറിഡോ ഉണ്ട്. ആൻഡ് അടുത്തത് NH2CH3, അതായത് മീഥൈൽ അമീൻ അല്ലെ, മീഥൈൽ അമീൻ ലിഗാൻഡ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് നമ്മുടെ മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ആരാ സെൻട്രൽ മെറ്റൽ ആറ്റം? PT അല്ലെ, പ്ലാറ്റിനം ആണ് നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റം. സോ ഇവന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് അറിയണം. ഓക്കെ, അപ്പോൾ അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ X എന്ന് കൊടുക്കാം. X പ്ലസ് ഇവിടെ 2 NH3 ന്യൂട്രൽ ലിഗാൻഡാ, ചാർജ് ഇല്ല. അപ്പൊ 2 × 0 എന്തെന്നെയാ 0 തന്നെ വരാം. ഇനി Cl, ക്ലോറിന് ചാർജ് ഉണ്ട്, -1 ആണ് വരിക. പ്ലസ് മീഥൈൽ അമീന് ചാർജ് ഇല്ല, അപ്പൊ 0 ആണ് വരിക. ഈക്വൽ ടു കോംപ്ലക്സിന്റെ ചാർജ് എന്താ മക്കളെ? +1 ആണ് അല്ലെ. സോ +1 ആണ്. അപ്പൊ X -1 is equal to 1. So X is equal to +2. അപ്പൊ പ്ലാറ്റിനത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് കിട്ടി. ഇറ്റ് ഈസ് +2. പ്ലാറ്റിനം ഈസ് ഇൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ ഇനി വേഗം നമുക്ക് പേര് കൊടുക്കാം. ആദ്യം തന്നെ എന്ത് ചെയ്യാ? ലിഗാൻഡുകളെ എഴുതുക ആൽഫബറ്റിക്കൽ ഓർഡറിൽ അല്ലെ. ലിഗാൻസിനെ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണം എഴുതാനായിട്ട്. അപ്പൊ ആദ്യം ഏത് വരും? ഫസ്റ്റ് ഇവൻ, അത് കഴിഞ്ഞിട്ട് ഏത് വരും? പിന്നെ ഇവൻ വരും, അത് കഴിഞ്ഞിട്ട് ഇവൻ വരും അല്ലെ. സോ 2 എണ്ണം ഉള്ളത് കൊണ്ട് തന്നെ ഡൈ അമീനെ, 2 NH3 ഉണ്ട്, അപ്പൊ ഡൈ അമീനെ. പിന്നെ വരുന്നത് ഏതാ? ക്ലോറിഡോ അല്ലെ, ക്ലോറിഡോ വരുന്നുണ്ട്. പിന്നെ മീഥൈൽ അമീൻ, പിന്നെ പ്ലാറ്റിനം വരുന്നുണ്ട്. അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ? 2 ആണ്. പ്ലാറ്റിനം 2 ആണ് വരുന്നത്. ആൻഡ് ഏറ്റവും പുറത്ത് ആരാ ഉള്ളത്? ക്ലോറൈഡ് ആണ് അല്ലെ, ഏറ്റവും പുറത്ത് ക്ലോറൈഡ് ആണ്. അപ്പൊ നമുക്ക് പേരെങ്ങനെ വരാം? ഡൈ അമീനെ, ക്ലോറിഡോ, മീഥൈൽ അമീനെ, പിന്നെ പ്ലാറ്റിനം ആണ് നമ്മുടെ മെറ്റല്. അവന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്യാം? റോമൻ ലെറ്ററിൽ ബ്രാക്കറ്റിൽ കൊടുക്കുക. ആൻഡ് ലാസ്റ്റ് ക്ലോറൈഡ്. സോ ഓപ്ഷൻ C is the right answer. ഓപ്ഷൻ C ആണ് ഇതിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരും. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇനി ഈ ഒരു ചാപ്റ്ററിൽ തന്നെ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് പഠിക്കാം.